ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 2 കപ്പ കിട്ടിയിട്ടുണ്ട്. ചെറുതാണ് കേട്ടോ. നമുക്ക് നോക്കാം. ഇത് വളരെ ചെറുതാണ്. അപ്പോൾ കണ്ടോ, നമുക്കിവിടെ നിന്ന് കിട്ടിയതാണ്. ചേട്ടൻ ഇന്ന് പണിക്ക് പോയിട്ട് വന്നപ്പോൾ വാങ്ങിയിട്ട് വന്നതാണ് 2 എണ്ണം. എത്ര രൂപയാണെന്നൊന്നും ചോദിച്ചില്ല ഞാൻ. അപ്പോൾ ഇതൊന്ന് പുഴുങ്ങി ഇന്നത്തെ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, നമുക്കിത് നോക്കാം എങ്ങനെയാണ് പുഴുങ്ങി നമുക്കിന്ന് അത് കഴിക്കണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട്, നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ തൊലി കളഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിതിനെ കുറേ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. ഓക്കെ, നമ്മൾ മുറിച്ച് കഴിഞ്ഞു കേട്ടോ. നമുക്ക് കഴുകി ഇത് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക്, അപ്പോൾ എത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി വെന്ത് വരട്ടെ. ഓക്കെ, ഈ സമയം കൊണ്ട് നമുക്കൊരു ചെറുതായിട്ടൊരു മുളക് ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് അടച്ച് വയ്ക്കാം. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇത് പാൽമുളക് എന്നാണ് പറയുന്നത് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നതാണ് ഈ മുളക്. അപ്പോൾ നിങ്ങളുടെ അവിടെ എന്ത് മുളകാണ് ഇതിന് പറയുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾ കമൻറ്റിൽ കൂടി രേഖപ്പെടുത്തുക കേട്ടോ, ആ പേര്. ഓക്കെ ഗൈസ്, ഓക്കെ. അപ്പോൾ നമുക്കിത് ഇന്നത്തേക്ക് ഇത്രയും മതി. അപ്പോൾ ഇത്രയും മുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മുളക് വെച്ച് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം. ഓക്കെ, ഞാനിതിൽ കുറച്ച് ഉള്ളിയും മുളകും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് അടിച്ചെടുക്കാം. ഓക്കെ, മിക്സിയിലിട്ടാണ് കേട്ടോ, ചെറിയൊരു ജാറിലിട്ടാണ്. ഓക്കെ, ചമ്മന്തി ഇവിടെ റെഡിയായി കേട്ടോ. നല്ല എരിവുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. സൂപ്പർ ചമ്മന്തിയാണ് കേട്ടോ. നോക്കാം, ഇനി കപ്പ വെന്തോ ഒന്ന് നോക്കാം. ഓക്കെ, റെഡിയായി കേട്ടോ. ഓക്കെ, സൂപ്പറായിട്ട് വെന്ത് വരുന്നുണ്ട്. നമുക്കിനി ഇത് ഊറ്റിയെടുക്കാം. നമ്മൾ ഉപ്പിടാൻ മറന്നുപോയി. നമ്മളിപ്പോൾ ഞാനിതിപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഊറ്റിയെടുക്കാം കേട്ടോ. വെന്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഹായ് ഗേൾസ്, നമുക്ക് മറ്റൊരു കൂട്ടുകൂടെ ഉണക്കമീനിൻ്റെ ഇതാണ്. നമ്മൾ ചാളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ ഇത് തീക്കനലിലിട്ട് ചുട്ട് നമുക്ക് തരാറുണ്ട്. ആ ഒരു ഓർമ്മയ്ക്ക് ഞാനൊന്ന് ചെയ്ത് നോക്കുകയാണ്, ട്രൈ ചെയ്യുകയാണ്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ നോക്കുന്നത്. ഈർക്കിലും എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കല്ലെങ്കിൽ കമ്പി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കമ്പി പപ്പടക്കോലില്ലേ, അതെല്ലാം ഉള്ളവർ ഇങ്ങനെ കോർത്ത് വെച്ച് നമുക്കിങ്ങനെ ചുട്ടെടുക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. എത്ര പേർക്ക് ഇഷ്ടമാവുമെന്ന് അറിയില്ല. എന്തായാലും ഇഷ്ടമായവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് നമുക്കൊന്ന് റെഡിയാക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഉണക്കമീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാം. ഓക്കെ, ഉണക്കമീനും ഇവിടെ റെഡി ആയിട്ടുണ്ട്, കപ്പയും റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഞങ്ങളുടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ട്രൈ ചെയ്യുക. പഴയകാല ഓർമ്മയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോയതാണ്. ഇതെല്ലാവർക്കും അറിയാവുന്നുള്ള ഒരു കൂട്ട് തന്നെയാണ്. കട്ടൻ ചായയും നമ്മുടെ കപ്പ പുഴുങ്ങിയതും ചമ്മന്തിയും ഉണക്കമീനും എല്ലാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.